1970-കൾ മുതലുള്ള കേരളത്തിലെ കോൺഗ്രസ് ചരിത്രം രണ്ടു പേരുകളെ കേന്ദ്രീകരിച്ചാണ് ഉരുത്തിരിഞ്ഞത്. കെ കരുണാകരൻ, എ.കെ. ആന്റണി എന്ന രണ്ട് ധ്രുവങ്ങളിൽ ചുറ്റിത്തിരിഞ്ഞാണ് കേരളത്തിലെ കോൺഗ്രസ് സംഘടനയും UDFും വളർന്നതെന്നു പറയാം. കരുണാകരന്റെയും ആന്റണിയുടെയും പാരമ്പര്യത്തിന്റെ നേരവകാശികളായ രണ്ടു പേരാണ് ഇപ്പോൾ BJPയിൽ എത്തിയിരിക്കുന്നത്. അനിൽ ആന്റണി തുടക്കം കുറിച്ച ഈ പ്രക്രിയ പത്മജ വേണുഗോപാൽ ഒരു പുതിയ തലത്തിൽ എത്തിച്ചിരിക്കുന്നു. ലീഡർ എന്ന ഓമനപ്പേരിൽ അറിയപ്പെടുന്ന കരുണാകരന്റെ മകളും KPCC രാഷ്ട്രീയ നിർവാഹക സമിതി അംഗവുമായ പത്മജയുടെ BJP പ്രവേശനം കാവിപ്പടയുടെ ഒരു സർജിക്കൽ സ്ട്രൈക്കാണ്. പത്മജയുടെ വ്യക്തിപ്രഭാവമല്ല, അവരുടെ തീരുമാനം വരുത്തുന്ന സിംബോളിക്കായ സ്വാധീനമാണ് പ്രധാനം. രാജ്യത്താകമാനം BJPയിലേക്ക് ചേക്കേറുന്ന കോൺഗ്രസ് നേതാക്കളുടെ എണ്ണം ഞെട്ടിക്കുന്നതാണ്. ഇതിനൊരു അപവാദമായിരുന്നു കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ. എന്നാൽ 5 പതിറ്റാണ്ടോളം കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തെ നയിച്ചിരുന്ന A.K. ആന്റണിയുടെയും ലീഡർ കെ കരുണാകരന്റെയും മക്കൾ ഇന്ന് BJPയോടൊപ്പമാണ്. അനിൽ ആന്റണിക്കും പത്മജ വേണുഗോപാലിനും ജനങ്ങൾക്കിടയിൽ സ്വാധീനമില്ലെന്നും കാൽക്കാശിന്റെ ഉപയോഗം BJPക്ക് ലഭിക്കില്ലെന്നും രാഷ്ട്രീയത്തിലെ വർക്കറ്റ് പ്രവർത്തന ശൈലിയുടെ സ്വാഭാവിക പരിണാമം മാത്രമാണിതെന്നുമാണ് കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം. എന്നാൽ BJP നടത്തിയ ഈ നീക്കം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അനിൽ ആന്റണിയെയും പത്മജ വേണുഗോപാലിനെയും ഉപയോഗിച്ച് മോദി പ്രഖ്യാപിച്ച 2 അക്കം തികയ്ക്കാനല്ല, മറിച്ച് BJPയുടെ രാഷ്ട്രീയ തന്ത്രങ്ങളുടെ യുണീക്ക് സെല്ലിംഗ് പോയിന്റുകളാണ് കെ കരുണാകരനും A.K. ആന്റണിയും എന്ന രാഷ്ട്രീയ ബ്രാൻഡുകൾ. ഗോവയിലും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും ബംഗാളിലുമൊക്കെ ഇത്തരത്തിൽ സ്വാധീനമുറപ്പിക്കാൻ BJPക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ ജനത BJPയോട് കാണിക്കുന്ന അകൽച്ച മാറ്റാൻ ആ മാർഗം തന്നെ അവർ പ്രയോഗിച്ചു തുടങ്ങി എന്ന് വേണം മനസ്സിലാക്കാൻ. നിലവിൽ സ്ഥാനാർത്ഥി നിർണയം നടത്തിയ കേരളത്തിലെ 12 സീറ്റുകളിൽ 3 എണ്ണത്തിൽ കോൺഗ്രസ് ബന്ധമുള്ളവരെയാണ് BJP സ്ഥാനാർത്ഥികളാക്കിയിട്ടുള്ളത്. പത്തനംതിട്ടയിൽ അനിൽ ആന്റണി, കണ്ണൂരിൽ C. രഘുനാഥ്, മലപ്പുറത്ത് അബ്ദുൽ സലാം. ഇനിയും 8 സീറ്റുകളിൽ കൂടി BJP സ്ഥാനാർത്ഥി നിർണയം നടത്താനുണ്ട്. അതാരൊക്കെയാവുമെന്ന് കേരളം ഉറ്റുനോക്കുന്ന രാഷ്ട്രീയ കാലാവസ്ഥ സൃഷ്ടിക്കുക എന്നതാണ് കോൺഗ്രസ് നേതാക്കളെ സ്വന്തം പാളയത്തിലേക്ക് എത്തിക്കുന്നതിലൂടെ BJP ചെയ്യുന്നത്. പത്മജ വേണുഗോപാലും അനിൽ ആന്റണിയും തങ്ങളുടെ BJP പ്രവേശനത്തിന്റെ കാരണങ്ങളായി ചൂണ്ടിക്കാണിക്കുന്നത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിന്റെയും AICC നേതൃത്വത്തിന്റെയും പിടിപ്പുകേടാണ്. അധികാരത്തിന്റെ എല്ലിൻ കഷ്ണങ്ങൾക്ക് പുറകെ പോകുന്നവരാണ് ഇവർ എന്നാണ് അതിന് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മറുപടി. ആന്റണിയുടെ മകനായതുകൊണ്ട് മാത്രം കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയ തലവനായ അനിൽ ആന്റണിയും കരുണാകരന്റെ മകളായതുകൊണ്ട് മാത്രം KTDC ചെയർപേഴ്സണും കോൺഗ്രസിന്റെ പൊന്നാപുരം കോട്ടയായ മുകുന്ദപുരത്ത് നിന്ന് ലോക്സഭയിലേക്കും തൃശൂരിൽ നിന്ന് 2 തവണ നിയമസഭയിലേക്കും മത്സരിക്കാൻ അവസരം ലഭിക്കുകയും നിലവിൽ KPCC രാഷ്ട്രീയ കാര്യ നിർവാഹക സമിതി അംഗവുമായ പത്മജ വേണുഗോപാലും അധികാരമില്ലെങ്കിൽ ദുർബലമാകുന്ന കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ ചരിത്രപരമായ ദൗർബല്യങ്ങൾ പേറുന്നവരാണെന്ന് പറയേണ്ടി വരും. അത് പറയിപ്പിക്കുന്നത് അവർക്ക് ലഭിച്ച സ്ഥാനമാനങ്ങളുടെ കണക്കുകൾ തന്നെയാണ്. സംസ്ഥാനത്തെ LDF തുടർഭരണം പ്രവർത്തകരുടെ മനോനില തകർത്തെന്ന പ്രസ്താവന KPCC പ്രസിഡന്റാണ് പറഞ്ഞിട്ടുള്ളത്. ആ മനോനില അധികാരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അധികാരമില്ലെങ്കിൽ കോൺഗ്രസ് ഇല്ലെന്ന് പറയേണ്ടി വരുന്നത് ദൗർഭാഗ്യകരമാണ്. തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുന്ന ഈ സമയത്ത് രാഷ്ട്രീയ കാലുമാറൽ തടയുന്നതിനോ പ്രതിരോധിക്കുന്നതിനോ സംസ്ഥാന നേതൃത്വവും AICC നേതൃത്വവും എന്ത് ചെയ്തു എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മിന്നുന്ന വിജയത്തിന് ശേഷം കോൺഗ്രസ് എന്താണ് രാഷ്ട്രീയപരമായി കേരളത്തിൽ ചെയ്തിട്ടുള്ളത്? 2019 ശേഷം നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കനത്ത പരാജയം ഏറ്റുവാങ്ങിയ കോൺഗ്രസ് നേതൃത്വം തുടർന്ന് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും കനത്ത പരാജയം തന്നെ നേരിട്ടു. UDFിലെ പ്രബല ശക്തിയായിരുന്ന കേരള കോൺഗ്രസ് M എന്ന രാഷ്ട്രീയ പാർട്ടി LDFിലെത്തി. 6 മാസം കൊണ്ട് പുനഃസംഘടന നടത്തുമെന്നും സെമി കേഡർ പാർട്ടിയാകുമെന്നുമുള്ള വാഗ്ദാനങ്ങൾ എവിടെയും എത്തിയില്ല. ഭാരത് ജോഡോ യാത്രയുടെ സംഘാടനവും വിജയവും ആവും കേരളത്തിൽ കോൺഗ്രസ് നേതൃത്വം നടത്തിയ മെച്ചപ്പെട്ട ഒരു പ്രവർത്തനം. ഏതായാലും കോൺഗ്രസിൽ നിന്നും BJP പാളയത്തിലേക്കുള്ള കൊഴിഞ്ഞുപോക്കിനെ കുറിച്ചുള്ള ആശങ്കകളെ ബലപ്പെടുത്തുന്നതാണ് പത്മജയുടെ തീരുമാനം. കേരള രാഷ്ട്രീയത്തിൽ അതുണ്ടാക്കുന്ന പ്രത്യാഘാതം എന്താവുമെന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ കൂടുതൽ വ്യക്തമാവും.